അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മക്കളെ, 8ാം ക്ലാസ്സിലെ ദുറൂസ് സയ്യിദുൽ ബഷർ എന്ന 4ാമത്തെ പാഠം, അതിന്റെ തെദ്രീബാത്താണ്. മനുഷ്യ കുലത്തിന്റെ നേതാവ് തെദ്രീബാത്താണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. നസ്വീരു ചേർത്ത് എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ വഫാത്തായി 6ാം വയസ്സിൽ. ആ കളർ നോക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയുപ്പ വഫാത്തായി 8ാം വയസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു 25ാം വയസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് വഫാത്തായി 6ാം വയസ്സിൽ. ജനനത്തിന് മുമ്പ്. അതേതാട്ടെ പറഞ്ഞത് പറയും. ജനനത്തിന് മുമ്പ്. അപ്പോ ഈ കളർ നോക്കിയിട്ട് അത് ആ അക്ഷരം മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ 2 നുബയ്യിനു വ്യക്തമാക്കാം. നമ്മൾ ഓരോന്ന് വ്യക്തമായിട്ട് പറയണം ട്ടോ. ഖദീജ റളിയല്ലാഹു അൻഹായുമായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം, അതാണ് ചോദ്യം. അത് വ്യക്താക്കണം. വ്യക്താക്കിയാലോ? 25ാം വയസ്സിൽ ധനാഢ്യയായ ഖദീജ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിൽ സഹായിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയിലും സൽഗുണങ്ങളിലും ആകർഷ്ടയായ ഖദീജ റളിയല്ലാഹു അൻഹായുടെ താൽപര്യപ്രകാരം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്തു. ഒരു സ്വലാത്ത് കിടക്കട്ടെ അല്ലേ? അല്ലാ നീ കബൂലാക്കണേ അല്ലാഹ്. പിന്നെ ആടുമേക്കലും കച്ചവടവും. ആടുമേക്കലും കച്ചവടവും പറഞ്ഞോക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടുകളെ മേച്ചും കച്ചവടക്കാരുടെ കീഴിൽ കൂലിവേല ചെയ്തും ജീവിച്ചു. എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തിന് നേതൃത്വം നൽകേണ്ട പ്രവാചകന്മാർക്ക് ക്ഷമയും സഹനവും കാരുണ്യവും അതിലൂടെ വർദ്ധിക്കും. മനസ്സിലായില്ലേ? ആടിന് വെറുതെ മേച്ചതല്ല, ഒരു കാര്യമുണ്ട് മേക്കാന്. ചുരുക്കുണ്ടായിക്കോട്ടെ അല്ലെ? പിന്നെ ഇനി 3 സിറിയ യാത്ര. സിറിയയിലേക്കുള്ള യാത്ര. യാത്രകൾ എത്ര ഉണ്ട്? 2 യാത്ര ഉണ്ട്. നോക്കാം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 12ാം വയസ്സിലും 25ാം വയസ്സിലും സിറിയയിലേക്ക് പോയിട്ടുണ്ട്. 1. അബൂ ത്വാലിബിന്റെ കച്ചവട സംഘത്തിന്റെ കൂടെ 12ാമത്തെ വയസ്സിൽ പോയപ്പോൾ നബിക്ക് കാർമേഘം തണലിട്ട് കൊടുത്തത് കണ്ട ബഹീറ എന്ന പുരോഹിതൻ കച്ചവട സംഘത്തെ വിളിച്ച് നബിയുടെ ചുമലുകൾക്കിടയിൽ ഖാതമുൻ നബുവത്ത് പരിശോധിച്ചു. അബൂ ത്വാലിബിനോട് പറഞ്ഞു, ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. ഭാവിയൊക്കെ എഴുതാളെ പൊയ്ക്കണം. നമ്മൾ കോപ്പിട്ട് എഴുതുന്നതല്ലേ? അപ്പൊ 1 എടുത്തോ. ഇനി 2.
രണ്ടാം യാത്ര ഖദീജ റളിയല്ലാഹു അൻഹായുടെ കച്ചവട സംഘത്തിന്റെ കൂടെ. അതിലും മേഘം തണലിട്ടത്. മസീറ കണ്ടു. കച്ചവടത്തിൽ അസാധാരണ ലാഭം ലഭിച്ചു. ഈ യാത്രയിലാണ് നസ്തൂറ എന്ന പുരോഹിതൻ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഈ മരച്ചുവട്ടിലിരിക്കുന്നത് പ്രവാചകൻ തന്നെയാണ്. അതും കഴിഞ്ഞു. ഈ നാലാമത്തത് പറയാം. നാലാമത്തെ എന്താ? ഇതാ സുഖത്തിന് വേണ്ടി ഇപ്പൊ അങ്ങനെ മാറ്റുള്ളത് കേട്ടോ. അനാഥത്വം. നബി എങ്ങനെയാണ് അനാഥനായി ജീവിച്ച അവസ്ഥ വിശദീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പിതാവ് വഫാത്തായി. 6 വയസ്സായപ്പോൾ മാതാവും പരലോകം പോയി. തുടർന്ന് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ വളർന്നു. നബിയുടെ 8ാം വയസ്സിൽ അദ്ദേഹവും വഫാത്തായി. ഇതോടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ അനാഥനായി. 5 അറബികളുടെ നന്മകൾ. എന്താണത്? അറബികൾ ധീരരും ദാനപ്രിയരും സത്യസന്ധരും ആയിരുന്നു. ധീരരും പിന്നെ ദാനപ്രിയരും പിന്നെ സത്യസന്ധരും ആയിരുന്നു. പിന്നെ ലളിത ജീവിതം നയിച്ചിരുന്ന അവർ സ്വാതന്ത്ര്യ ദാഹികളും സമ്പന്നമായ അറബി ഭാഷ സംസാരിക്കുന്നവരും ആയിരുന്നു. ഇനി 6 അറബികളുടെ നിരക്ഷതയും അജ്ഞതയും. ഓർക്ക് ആ കാലഘട്ടം അങ്ങനെ ആയിരുന്നല്ലോ. പിന്നെ ഓർക്ക് അറിയാനുള്ള അവസ്ഥയില്ല. അറിയാത്തവരും അറിയാൻ അവസരമില്ലാത്തവരും ആ കാലഘട്ടത്തിൽ അങ്ങനെ അതിനെപ്പറ്റെന്ന് പറയാം. അക്കാലത്തെ ജനവാസ മേഖലയുടെ മധ്യത്തിലാണ് മക്കയുടെ സ്ഥാനം. അവിടെയുള്ള ജനങ്ങൾ ഭൂരിഭാഗവും വിഗ്രഹാരാധകരായിരുന്നു. കള്ളുകുടി, വ്യഭിചാരം, ചൂതാട്ടം, ശിശുഹത്യ തുടങ്ങിയ തിന്മകളിൽ അവർ മതിമറന്നു ജീവിച്ചു. അവർ നിരക്ഷരരും വിജ്ഞാനത്തിന്റെ പ്രഭ ലഭിക്കാത്തവരുമായിരുന്നു. അജ്ഞാനയുഗം എന്നാണ് ചരിത്രം ആ കാലത്തെ വിശേഷിപ്പിക്കുന്നത്. അതും കഴിഞ്ഞു. ഇനി മക്കയുടെ സ്ഥാനാണ്. മക്കയുടെ സ്ഥാനം നമുക്ക് എഴുതാൻ വേണ്ടി താഴത്ത് കിട്ടാലോ? നമുക്ക് ഒപ്പം എഴുതാലോ. നോക്കി എഴുതുന്ന ആൾക്കാരുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ എഴുതുന്ന ആൾക്കാർക്ക് സുഹൃത്തിന് വേണ്ടിയിട്ട്. മക്കയുടെ സ്ഥാനം എന്താ? മക്കയുടെ സ്ഥാനം ലോകത്തിന്റെ നേതാവ് ജനിച്ച സ്ഥലം. 2 ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പട്ടണം. 3 നമ്മുടെ തിബില അവിടെയാണ്. 4 ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അവിടേക്ക് ആളുകൾ പോകുന്നു. 8 അന്നത്തെ ജനവാസ മേഖലയുടെ മധ്യത്തിലാണ് മക്കയുടെ സ്ഥാനം. പടച്ച റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. നിങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരിൽ പലരും മരണപ്പെട്ട് ഖബറിലുണ്ട്. ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.